നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് പെൻഷൻ മുടങ്ങിയതെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. അങ്ങനെയെങ്കിൽ പണമില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ മുടക്കുന്നുണ്ടോ എന്നും കോടതി ചോദിച്ചു. 5 മാസമായി വിധവാ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലി സ്വദേശി മറിയക്കുട്ടി നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ പരാമർശം. മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കുന്നതിനിടെ വൈകാരികമായാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രതികരിച്ചത്. 78 വയസ്സുള്ള സ്ത്രീയാണ്. അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. മരുന്നിനും ഭക്ഷണത്തിനുമായാണ് 1600 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുൻപിൽ കാത്തുകെട്ടി നിൽക്കുന്നത്, കോടതി പറഞ്ഞു. ആവശ്യമെങ്കിൽ അഭിഭാഷകർക്കിടയിൽ പിരിവിട്ട് മറിയക്കുട്ടിക്ക് പണം നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞു. താമസിക്കാൻ സ്വന്തമായ ഒരു വീട് പോലുമില്ല എന്ന് മറിയക്കുട്ടി കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അതിനാലാണ് 4 മാസത്തെ പെൻഷൻ മുടങ്ങിയിരിക്കുന്നതെന്നുമാണ് കോടതിയെ ധരിപ്പിച്ചത്. കൂടാതെ കേന്ദ്ര വിഹിതവും ലഭിക്കുന്നില്ല എന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന വാദത്തെ കോടതി ചോദ്യം ചെയ്യുകയായിരുന്നു. പണമില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ മുടക്കുന്നുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തതിനാൽ കോടതിക്ക് മുൻപിലെത്തിയ മറിയക്കുട്ടി ഒരു VIP ആണ്. അങ്ങനെയാണ് കോടതി പരിഗണിക്കുന്നതെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. മറിയക്കുട്ടിക്ക് വിധവാ പെൻഷൻ നൽകുന്ന കാര്യത്തിൽ സർക്കാർ ഉടൻ തന്നെ തീരുമാനം അറിയിച്ചിരിക്കണം. ഇതിൽ ഒരു വീഴ്ച വരുത്താനും പാടില്ല. അങ്ങനെ വരുത്തിയാൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കൂടാതെ കേന്ദ്ര സർക്കാർ വിഹിതം എന്തുകൊണ്ട് നൽകിയില്ല എന്ന് നാളെ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നാണ് മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. മറിയക്കുട്ടി ഹൈക്കോടതിയിൽ ചെന്നപ്പോഴത്തേക്ക് പിണറായിക്കും സർക്കാരിനും കിട്ടിയത് അടിയാണ്. വിഷയത്തിൽ സർക്കാരിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും വിശദീകരണം ഹൈക്കോടതി തേടിയിരുന്നു. പെൻഷൻ മുടങ്ങിയതോടെ ഭിക്ഷയാചിക്കാൻ മൺചട്ടിയുമായി ഇറങ്ങി ശ്രദ്ധ നേടിയ 87കാരി ഇടുക്കി 200 ഏക്കർ സ്വദേശിനി മറിയക്കുട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും സർക്കാരിന് തലവേദനയാകുകയാണ്. ജൂലൈയിലെ പെൻഷനാണ് ഇതുവരെ ലഭിച്ചത്. മാസാമാസം ലഭിക്കുന്ന 1600 രൂപയിൽ നിന്നാണ് മരുന്നുൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങിയിരുന്നത്. പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. 3 മക്കളാണുള്ളത്. അവർ പല സ്ഥലങ്ങളിലാണ് താമസം. പെൻഷൻ തുകയിൽ നിന്നാണ് ചെലവുകൾ നടന്നിരുന്നത്. കേന്ദ്ര വിഹിതം മുടങ്ങിയതാണ് പെൻഷൻ കിട്ടുന്നതിനുള്ള തടസ്സമെന്നാണ് അറിയുന്നത്. അത് മുടക്കമുണ്ടെങ്കിൽ കുടിശ്ശിക തുക സംസ്ഥാനത്തിന് നൽകുന്നതിനായി നിർദ്ദേശിക്കണം. പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ഇടപെടൽ വേണം. മറിയക്കുട്ടി ഹർജിയിൽ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. പെൻഷൻ നൽകാനെന്നും പറഞ്ഞ് കേരളം മധ്യസെസ് ഉൾപ്പെടെ പിരിക്കുന്നുണ്ട്. ഇതുവരെ പിരിച്ച തുക പെൻഷൻ നൽകാൻ മതിയായതാണ്. പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകണം. ഭാവിയിൽ പെൻഷൻ കുടിശ്ശിക വരുത്തരുതെന്നാണ് മറിയക്കുട്ടിയുടെ ഹർജിയിലെ ആവശ്യം.